തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു. സെൻട്രൽ ജയിലിൽ UTB ബ്ലോക്കിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലാണ് ഉള്ളത്. ഇയാളുടെ തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിച്ചയുടനെ 3 തവണ അപസ്മാരമുണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കിടെ അപസ്മാര ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. മസ്തിഷ്കത്തിലേക്കെത്തുന്ന ഓക്സിജന്റെ അളവ് കുറയുന്നതും ചികിത്സയെ ബാധിക്കുന്നുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. കഴുത്തിലെ നരമ്പുകൾക്ക് മാരകമായ പരിക്കേറ്റതിനാൽ അബോധാവസ്ഥയിലാണ് അഫാൻ. സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ തീവ്ര ശ്രമത്തിലാണ് ഡോക്ടർമാർ. ഓർമ്മശക്തി തിരികെ ലഭിക്കാൻ ചികിത്സ തുടരേണ്ടി വരും. ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലും 3-4 മാസം ചികിത്സ തുടരേണ്ടി വരും. 48 മണിക്കൂർ നിരീക്ഷണം കഴിഞ്ഞ ശേഷമേ അടുത്ത നടപടികളിലേക്ക് കടക്കൂ. അഫാൻ വിഷാദരോഗത്തിന്റെ പിടിയിലായിരുന്നുവെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. വിഷാദരോഗത്തിന് ഡോക്ടർമാരെയും കണ്ടിരുന്നു. അഫാൻ ചെയ്തതിന്റെ ഫലം അഫാൻ തന്നെ അനുഭവിക്കട്ടെയെന്നാണ് ഈ വാർത്തയറിഞ്ഞ പിതാവ് അബ്ദുൾ റഹീം പ്രതികരിച്ചത്. അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ. കൂടുതൽ മറ്റൊന്നും പറയാനില്ല. എന്താണ് ചെയ്തത് എന്ന് അഫാന് നന്നായി അറിയാമല്ലോ, അപ്പോൾ അനുഭവിക്കണമെന്നാണ് പിതാവ് പറഞ്ഞത്. അതേസമയം സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന UTB ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത്. പ്രതി മുൻപും ജീവനൊടുക്കാൻ ശ്രമിച്ചതിനാൽ അതീവ സുരക്ഷ വേണമെന്ന് പോലീസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നിട്ടും കൃത്യമായ സുരക്ഷ ഒരുക്കാത്ത നടപടിയിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. ജയിലിൽ എത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നു. ശാന്തമായാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത് എങ്കിലും ആരോടും വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല. എന്നാൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ല എന്നാണ് ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ സംയോജിത ഇടപെടലാണ് ജീവൻ രക്ഷിക്കാൻ കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സഹോദരനെയും പെൺസുഹൃത്തിനെയും അടക്കം 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയവെയാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഞായറാഴ്ച രാവിലെ 11ഓടെയാണ് ശുചിമുറിയിൽ മുണ്ടുപയോഗിച്ച് തൂങ്ങിയത്. തടവുകാർക്കായി ആഴ്ചയിലൊരിക്കൽ TV കാണാൻ സമയം നൽകുന്ന പതിവുണ്ട് ജയിലിൽ. TV കാണാനായി പുറത്തിറക്കിയപ്പോൾ അഫാൻ ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. സമീപത്ത് അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് കൈക്കലാക്കി. നിമിഷനേരം കൊണ്ട് ശുചിമുറിയുടെ മേൽക്കൂരയിൽ തൂങ്ങുകയായിരുന്നു. ശബ്ദം കേട്ടെത്തിയ വാർഡൻ ഇത് കണ്ടു. 11:20ഓടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. കഴുത്തിൽ കൃത്യമായ കുരുക്ക് മുറുകിയതിനാൽ ബോധം നശിച്ചിരുന്നു. സഹോദരൻ അഫ്സാൻ, സുഹൃത്തായ ഫർസാന, പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ സാജിദ ബീവി, പിതൃമാതാവ് സൽമ ബീവി എന്നിവരെയാണ് അഫാൻ തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. കേരളം നടുങ്ങിയ ആ കൂട്ടക്കൊല നടന്ന് 91 ദിവസമാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഒരു കേസിൽ കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പിതാവ് വിദേശത്ത് കുടുങ്ങിയപ്പോൾ അഫാനും അമ്മയും സഹോദരനും അടങ്ങിയ കുടുംബത്തിന് 48 ലക്ഷം രൂപയോളം കടം പെരുകി. ഇതിൽ വഴക്ക് പറഞ്ഞതിന്റെയും കടം വീട്ടാൻ സഹായിക്കാത്തതിന്റെയും വൈരാഗ്യത്താലാണ് ഉറ്റവരെ അഫാൻ കൊലപ്പെടുത്തിയത് എന്നാണ് കേസ്. കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാൻ പോലീസ് കസ്റ്റഡിയിലും ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു.